ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ, കൂടെ നടന്നൊരു കൈത്താങ്ങാവാൻ. ഹായ്, എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് കീരൂസ് ആണ്. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസുകൾ കാണുന്നതെങ്കിൽ കൂട്ടുകാർ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അതത് സമയത്ത് തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലോട്ട് ഒരു നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരും. നമ്മളെല്ലാവരും നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ ഒട്ടനവധി ആപ്ലിക്കേഷൻസുകൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരുപാട് മീഡിയ ഫയലുകൾ, ഫോട്ടോ, വീഡിയോ അങ്ങനെ തുടങ്ങി ഒട്ടനവധി ഫയലുകളും നമ്മളുടെ സ്മാർട്ട് ഫോണുകളിൽ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്. ഇതെല്ലാം മറ്റൊരാൾ നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ എടുത്തു നോക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു കലിപ്പ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയുള്ള പെർമിഷൻ ഇല്ലാതെ മറ്റുള്ളവർ നമ്മളുടെ ഫയലുകൾ ആക്സസ് ചെയ്യാൻ നോക്കും. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു പല ആപ്ലിക്കേഷൻസുകളായിക്കോട്ടെ, നമ്മുടെ ഫോണിൻ്റെ ഗാലറിയുള്ള വീഡിയോകളോ ഫോട്ടോകളോ എന്തുമായിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് മറ്റുള്ളവർ എങ്ങനെ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാലും ഒരു തരത്തിലും ഓപ്പൺ ചെയ്യാൻ കഴിയാത്ത വിധം എങ്ങനെ നമ്മുടെ മൊബൈൽ ഫോണിൽ സൂക്ഷിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു വീഡിയോ. നമുക്ക് ആപ്ലിക്കേഷനെ പരിചയപ്പെടാം. നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് ഇത്രയും പെർമിഷൻസുകൾ അലോ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ടാബാണ് ഇവിടെ കാണാൻ കഴിയുക. നമുക്ക് ഈ ഒരു ഓക്കെ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം വരുന്ന എല്ലാ പെർമിഷനും അലോ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു ടാബാണ് കാണാൻ കഴിയുക. നമുക്കൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. 4 ഡിജിറ്റ് വരെയാണ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇതുപോലൊരു ഇൻ്റർഫേസാണ് പിന്നെ കാണാൻ കഴിയുക. ഇവിടെ താഴെയായിട്ട് ഒരു പ്ലസ് ഐക്കൺ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ആപ്പ്, മീഡിയ എന്നുള്ള 2 ഓപ്ഷൻസുകൾ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കിവിടെ ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതും അതോടൊപ്പം തന്നെ ഫോണിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള സിസ്റ്റം ആപ്സും നമുക്കിവിടെ ലോക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ആപ്ലിക്കേഷനാണോ ലോക്ക് ചെയ്യേണ്ടത് ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാം. ഞാനിവിടെ ഇൻസ്റ്റാഗ്രാമാണ് ലോക്ക് ചെയ്യുന്നത്. ഞാനിവിടെ ഇൻസ്റ്റാഗ്രാം സെർച്ച് ചെയ്തു. ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഇൻസ്റ്റാഗ്രാം ഇവിടെ ആഡായി ഒന്ന് കൂടുതൽ കാണാൻ കഴിയും. ഇവിടെ ഒരു ലോക്ക് ബട്ടൻ്റെ ഐക്കൺ കാണാൻ കഴിയും. അതിന് തൊട്ടപ്പുറത്ത് ഒരു സെറ്റിങ്സിൻ്റെ ഐക്കൺ ഉണ്ട്. നമുക്കിവിടെ ഫേക്ക് ലോക്ക് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ജസ്റ്റ് ഒന്ന് എനാബിൾ ചെയ്ത് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. ഇനി നമുക്കിവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ എല്ലാ തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസും നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാറിൽ നിന്ന് ഡിസേബിൾ ചെയ്യാനായിട്ട്, അതായത് കണ്ടോ ഇവിടെ ഒരു ഐക്കൺ കണ്ടോ, അതങ്ങോട്ട് പോകാൻ ജസ്റ്റ് ഇവിടെ എനാബിൾ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ആപ്പ് ഡിലീറ്റ് പ്രൊട്ടക്ഷൻ അത് എനാബിൾ ചെയ്ത് കൊടുക്കണം. മറ്റാരെങ്കിലുമൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ കണ്ടുപിടിച്ചിട്ട് ഡിലീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എനാബിൾ ചെയ്യുന്നത്. ശേഷം ആപ്പ് സെൽഫ് ലോക്ക് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷനും കൂടി നമുക്ക് പാസ്വേഡ് പ്രൊട്ടക്റ്റ് ആക്കി വയ്ക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒതൻറ്റിക്കേഷൻ ടൈമുണ്ട്, നിങ്ങൾക്ക് ഒതൻറ്റിക്കേഷൻ മോഡ് ഉണ്ട്. പാസ്വേഡ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇനി പാറ്റേൺ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പാറ്റേൺ ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ മീഡിയ എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇമേജ്, വീഡിയോ എന്നുള്ള 2 ഓപ്ഷൻ വരും. അപ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസുകളൊക്കെ ഡയറക്റ്റ് ഇങ്ങോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഒരു ഇമേജ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ഇവിടെ ഡൺ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഇമേജ് ഇവിടോട്ട് ആഡ് ചെയ്യട്ടെ ചോദിക്കും, ഓക്കെ കൊടുക്കാം. ആ ഒരു ഇമേജ് ഇവിടെ ആഡ് ആയത് കൂടുതൽ കാണാൻ കഴിയും. നമുക്ക് ഇനി ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻസുകളെ ആക്സസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇൻസ്റ്റാഗ്രാം ഒന്നുകൂടി ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ ഇതുപോലൊരു ഫേക്ക് വിൻഡോ ആണ് അവിടെ കാണാൻ കഴിയുക. ഇൻസ്റ്റാഗ്രാം അബ്നോർമലി ടെർമിനേറ്റഡ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇതുപോലെ ഒരു വിൻഡോ നിങ്ങൾക്ക് ഫോണിൽ കാണാൻ കഴിയും. നമുക്ക് ജസ്റ്റ് ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാലും ഇതുപോലെ ഓട്ടോമാറ്റിക്കലി അത് ക്ലോസ് ആയി പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ ഓക്കെ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ഒന്നുകൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കാം. പ്രസ് ചെയ്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെക്യൂരിറ്റി വരും. നമുക്ക് അതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും. അതുപോലെ നമ്മൾ ഏത് ആപ്ലിക്കേഷനാണോ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ആപ്ലിക്കേഷൻ ഇതുപോലെ ഓപ്പണായി വരികയുള്ളൂ. ഇന്ന് പങ്കുവെച്ച ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ സൈനിങ് ഔട്ട്, കീരൂസ്.